കഴിഞ്ഞ ദിവസം US വിപണിയുടെ പ്രകടനം വിലയിരുത്തുന്ന സമയത്ത് ഡൗ ജോൺസിന് ഒരു നേരിയ മുന്നേറ്റം പ്രകടമാക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. 0.12% മുന്നേറ്റത്തിൽ 38,769 എന്നുള്ള റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. നാസ്ഡാക്ക് 0.41% ഇടിഞ്ഞിരുന്നു. S&P 500 0.11% ഇടിവിൽ 5117.94 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഈ ഇൻഫ്ലേഷൻ കണക്ക് CPI കണക്കുകളൊക്കെ തന്നെ വരാനിരിക്കുകയാണ്. ഇന്നത്തെ വിപണിയെ സംബന്ധിച്ച് US വിപണിയിലുള്ള സാറിന്റെ എക്സ്പെക്ടേഷൻസ് എന്താണ്? പ്രിയ, US മാർക്കറ്റിലെ ഡൗ ജോൺസ് ആൻഡ് നാസ്ഡാക്കിന്റെ നിലവിലുള്ള ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷായി തന്നെ കണ്ടിന്യൂ ചെയ്യുന്നു. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ഇറ്റ് ഇസ് എ സൈഡ് വേസ്. സോ ഡൗ ജോൺസ് ഇൻഡെക്സിന്റെ കേസിൽ ഈ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറണമെങ്കിൽ 39,100 പോയിന്റിന്റെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. അത് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു തിരിച്ച് ബുള്ളിഷ് സോണിലോട്ട് വരാൻ പോകുന്നുള്ളൂ. അറ്റ് ദ സെയിം ടൈം നമ്മൾ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 38,300 പോയിന്റ് ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് ഡൗ ജോൺസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറും. നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസ് എടുക്കുമ്പോഴേക്കും ഇന്നലെ വീണ്ടും നാസ്ഡാക്ക് ഇൻഡെക്സിൽ ഒരു നേരിയ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാനിടയായി. നമ്മൾ നാസ്ഡാക്ക് ഇൻഡെക്സിന്റെ കേസിൽ ഇന്ന് സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ടത് 17,800 പോയിന്റ്. അതോടൊപ്പം കമ്മോഡിറ്റി മാർക്കറ്റ്സിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ ഡെറിവേറ്റീവ് മാർക്കറ്റിൽ ബ്രെന്റ് ക്രൂഡ് 0.34% ഒരു നേട്ടത്തിൽ ബാരലിന് $82.49 എന്നുള്ള റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ബ്രെന്റ് ക്രൂഡിൽ നമ്മൾ പ്രധാനമായിട്ടും ഇനി വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? സോ ബ്രെന്റിന് പകരം ഞാൻ WTI ക്രൂഡിന്റെ ഒരു വ്യൂ നൽകാം. ബിക്കോസ് രണ്ട് ക്രൂഡ് ഓയിലിന്റെ കോൺട്രാക്റ്റുകൾ ഒരേ ട്രെൻഡ് കാഴ്ചവെക്കുന്നത്. WTI ക്രൂഡിന്റെ കേസിൽ ഇന്നലെ ഒരു വീക്ക് ഓപ്പണിങ്ങിന് ശേഷം തിരിച്ചൊരു നല്ല ശക്തമായ റിക്കവറി കാണാനിടയായി. ഇന്നത്തെ ട്രേഡിംഗിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട റെസിസ്റ്റൻസ് ലെവൽ $79. $79 മുകളിൽ ക്ലോസ് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ചും ബുള്ളിഷായി മാറും. ബട്ട് അങ്ങനെ ഒരു പൊസിഷൻ എടുക്കാൻ ആഗ്രഹം ഉണ്ടെങ്കിൽ $76 സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്തിരിക്കുക. ഒപ്പം ഗോൾഡിലേക്ക് നോക്കുകയാണെങ്കിൽ ഇന്നിപ്പോൾ 0.16% ഒരു ഇടിവിൽ ട്രൈ ഔൺസിന് 2,178 എന്ന റേഞ്ചിലാണ് മുന്നോട്ട് പോകുന്നത്. ഗോൾഡിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻ എന്താണ്? സോ ഗോൾഡിന്റെ നിലവിലുള്ള അണ്ടർലൈൻ ട്രെൻഡ് വളരെ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഇൻഫാക്ട് കഴിഞ്ഞ ഒരു 8-9 സെഷനിടെ നമുക്ക് ഒത്തിരി നേട്ടം നൽകിയ ഒരു കമോഡിറ്റിയാണ് സ്വർണം. സോ നമ്മൾ ലോങ് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നുണ്ടെങ്കിൽ അത് മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് ഷോർട്ട് ടേമിന് വേണ്ടി ഒരു പൊസിഷൻ എടുത്തിട്ടുണ്ടെങ്കിൽ കറന്റ് ലെവൽസിൽ നമുക്ക് പ്രോഫിറ്റ് ബുക്ക് ചെയ്യാം. കാര്യം എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വർണത്തിൽ ഒരു കറക്ഷന് വേണ്ടി ഐ തിങ്ക് ദ ടൈം ഹാസ് കം. ആഭ്യന്തര വിപണിയിലേക്ക് നോക്കുകയാണെങ്കിൽ നിഫ്റ്റിയെ സംബന്ധിച്ച് 22,517 എന്നുള്ളൊരു പോസിറ്റീവ് നോട്ടിൽ ഒരു ഓപ്പണിംഗ് നടത്തിയതിനു ശേഷം ആദ്യ നിമിഷങ്ങളിൽ തന്നെ 22,526 എന്നുള്ളൊരു ഇൻട്രാഡേ ഹൈയും ഒപ്പം തന്നെ ഓൾ ടൈം ഹൈയിലേക്കും കുതിക്കാൻ വേണ്ടി സാധിച്ചിരുന്നു. എന്നാൽ തുടർന്ന് അങ്ങോട്ട് കനത്ത ഒരു ഇടിവിലേക്ക് പോകുന്ന ഒരു സ്ഥിതി ഉണ്ടായി. 22,307 എന്നൊരു ഇൻട്രാഡേ ലോയിലേക്ക് വരെ താഴ്ന്ന സ്ഥിതി ഉണ്ടായിരുന്നു. അവസാന നിമിഷങ്ങളിൽ 22,332 എന്ന റേഞ്ചിലാണ് വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ഭൂരിഭാഗം സൂചികകളും ഒരു ഇടിവിൽ തന്നെയായിരുന്നു കഴിഞ്ഞ ദിവസം വ്യാപാരം മുന്നോട്ട് കൊണ്ടുപോയത്. നിഫ്റ്റിയെ സംബന്ധിച്ച് ഇന്നത്തെ വിപണിയിൽ പ്രധാനമായിട്ടും ഇനി ശ്രദ്ധിക്കാൻ പറ്റിയ ലെവലുകൾ ഏതൊക്കെയാണ്? നിഫ്റ്റി 50യുടെ കേസിൽ അണ്ടർടോൺ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് നിഫ്റ്റി 50യുടെ ഷോർട്ട് ടേം ട്രെൻഡ് അല്പം ഓവർ ഹീറ്റഡ് ആയിട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ നമ്മൾ വളരെ ടൈറ്റ് ആയിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് 22,200 പോയിന്റിൽ മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ഗോയിങ് ടു ടേൺ ബെയറിഷ്. ഇന്ന് നിഫ്റ്റി 50യിൽ നമുക്ക് ലോ റിസ്കിൽ ഒരു ബൈങ് അവസരം കാണാൻ സാധിക്കുന്നില്ല. ഒപ്പം തന്നെ ബാങ്ക് നിഫ്റ്റിയിലേക്ക് വരുമ്പോൾ ഇതേപോലെ 507 പോയിന്റിന്റെ ഇടിവാണ് അവസാന നിമിഷങ്ങളിൽ രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നത്. ഒരുവിധം ബാങ്കിങ് ഓഹരികളെല്ലാം തന്നെ കഴിഞ്ഞ ദിവസം ചുവപ്പിൽ തന്നെയായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. കഴിഞ്ഞ ദിവസം 47,792 എന്ന റേഞ്ചിൽ വ്യാപാരം ആരംഭിക്കുകയും എന്നാൽ 47,230 എന്നൊരു ലെവൽ വരെ താഴ്ന്ന സ്ഥിതിയുമാണ് ഇന്നലത്തെ ഒരു സെഷനിൽ നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. നിഫ്റ്റി ബാങ്കിനെ സംബന്ധിച്ച് ഇനി പ്രധാനമായിട്ട് നമ്മൾ വാച്ച് ചെയ്യേണ്ട ലെവലുകൾ ഏതൊക്കെയാണ്? Nifty Bank Index in the case, what is very important is that Nifty Bank Index in the short and long term trend level bullish ആയിട്ട് കാണുന്നത്.
ബട്ട് നിഫ്റ്റി ബാങ്ക് ഇൻഡെക്സിന്റെ കേസിൽ വാട്ട് ഈസ് ഹാപ്പനിങ് ഇസ് നമ്മൾ ഒരു കറക്ഷൻ നേരിട്ടുകൊണ്ടിരിക്കുന്നു. സോ ഈ ഒരു കറക്ഷൻ നടക്കുന്ന സമയത്ത് നമ്മൾ ഏറ്റവും ഇമ്പോർട്ടന്റ് ആയിട്ട് ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 46,400 പോയിന്റ് ആയിരിക്കണം. ആ ഒരു സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് വീണ്ടും നിഫ്റ്റി സ്റ്റോക്സിലോ നിഫ്റ്റി ബാങ്കിങ് സ്റ്റോക്സിലൊക്കെ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം തീർച്ചയായിട്ടും നമുക്ക് ലഭിക്കും. അപ്പോൾ സ്റ്റോക്ക് സ്പെസിഫിക് ആയി ചോദിക്കുകയാണെങ്കിൽ അതിൽ ആദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് TVS മോട്ടോഴ്സിന്റെ കാര്യമാണ്. കഴിഞ്ഞ ദിവസം അവർ ഇന്ററിം ഡിവിഡൻഡ് ഒക്കെ തന്നെ പ്രഖ്യാപിച്ചിട്ടുണ്ടായിരുന്നു. ഓഹരി ഒന്നിന് 8 രൂപ നിരക്കിൽ വിഹിതം നൽകുമെന്ന് തന്നെയാണ് അറിയിച്ചിരിക്കുന്നത്. TVS മോട്ടോഴ്സിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തിൽ 0.38% നേട്ടത്തിൽ 2268 എന്ന റേഞ്ചിലായിരുന്നു TVS മോട്ടോഴ്സിന്റെ ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. TVS മോട്ടോഴ്സിന്റെ ഒരു പെർഫോമൻസ് നമ്മൾ വിലയിരുത്തുന്ന സമയത്ത് കഴിഞ്ഞൊരു 1 മന്ത് ആയിട്ടും 10% മുന്നേറിയിട്ടുണ്ടെങ്കിൽ പോലും കഴിഞ്ഞൊരു 1 വീക്കിൽ 5% ഒരു ഇടിവായിരുന്നു നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. TVS മോട്ടോഴ്സിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? ലോങ് ടേം വ്യൂ TVS മോട്ടോഴ്സിൽ വളരെ ബുള്ളിഷാണ്. ആൻഡ് സ്റ്റോക്ക് ഇപ്പൊ നിലവിൽ ട്രേഡിംഗ് നടത്തി വരുന്നത് ഇറ്റ് ഈസ് അറ്റ് എ റെക്കോർഡ് ഓൾ ടൈം ഹൈ. എങ്കിൽ പോലും നമ്മൾ ജനുവരി അവസാനത്തോടു കൂടി കണ്ട ബോട്ടം 1920 രൂപയായിരുന്നു. ആ ഒരു ലെവലിൽ നിന്നും ഇന്നലെ വരെ നമ്മൾ കാര്യമായിട്ട് ഒരു കറക്ഷനും TVS മോട്ടോഴ്സിൽ കാണാൻ ഇടയായിട്ടില്ല. So I think the stock is now due for a correction. So നമ്മുടെ കൈവശം ലോങ് പൊസിഷൻസ് ഉണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രോങ് ആയിട്ട് ഒരു സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യേണ്ടത് 2240 രൂപയിൽ. കഴിഞ്ഞ ദിവസം ഒരു ഔട്ട് പെർഫോമൻസ് നടത്തിയിട്ടുള്ള മറ്റൊരു സ്റ്റോക്കാണ് സിപ്ല. സിപ്ലയെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസം 1519 രൂപ വരെ ഉയരുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. ഒരു ഓൾ ടൈം ഹൈയിലേക്ക് ഉയരാൻ വേണ്ടിയിട്ട് സിപ്ലയുടെ ഓഹരികൾക്ക് സാധിച്ചിരുന്നു. പ്രധാനമായിട്ടും കമ്പനിയെ സംബന്ധിച്ച് ഒരു പ്യുവർ ഫാർമ കമ്പനി എന്നതിലുപരി മറ്റ് ഹെൽത്ത് കെയർ മേഖലയിലേക്ക് കൂടിയും തങ്ങളുടെ എക്സ്പാൻഷൻ നടപ്പിലാക്കാനുള്ള ശ്രമങ്ങൾ നടത്തുന്നു എന്നുള്ള അറിയിപ്പൊക്കെ അല്ലെങ്കിൽ അത്തരത്തിലുള്ള പ്രഖ്യാപനങ്ങളൊക്കെ നടത്തിയതിന് പിന്നാലെ തന്നെയാണ് ഇപ്പോൾ സിപ്ലയിൽ ഒരു ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ഔട്ട്ലുക്ക് ബ്രോക്കറേജുകളും കാണുന്നുണ്ട്. പ്രത്യേകിച്ചും നുവാമ അടക്കമുള്ള ബ്രോക്കറേജുകൾ കമ്പനിയുടെ ടാർഗറ്റ് വില ഉയർത്തുകയൊക്കെ തന്നെ ചെയ്തിട്ടുണ്ടായിരുന്നു. സിപ്ലയെ സംബന്ധിച്ച് സാറിന്റെ ഒരു ലോങ് ടേം വ്യൂ എന്താണ്? സിപ്ലയുടെ ലോങ് ടേം ട്രെൻഡ് കഴിഞ്ഞ ഓൾമോസ്റ്റ് 5-8 മാസങ്ങളായിട്ട് വളരെ ബുള്ളിഷ് ആയിട്ട് കണ്ടിന്യൂ ചെയ്യുന്നത്. ഇൻഫാക്ട് സിപ്ലയുടെ നമ്മൾ അവസാനത്തെ 2 മേജർ ബോട്ടം നോക്കിക്കഴിഞ്ഞാൽ അത് ഏകദേശം 1140 രൂപയിലായിരുന്നു. ഇന്ന് സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്ന 1520 രൂപയിലും. സോ ഈ കറന്റ് ഹൈ ലെവൽസിൽ നമുക്ക് ഒരിക്കലും ഒരു പുതിയ ലോ റിസ്ക് ആയിട്ട് ഒരു ബൈങ് അവസരം കാണുന്നില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ മെയിൻറ്റെയിൻ ചെയ്യുക. ബട്ട് നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 1440. കഴിഞ്ഞ ദിവസം NBCC സംബന്ധിച്ച് 5% ഇടിവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. 120 രൂപ 95 പൈസ എന്ന റേഞ്ചിലായിരുന്നു NBCC ഇന്ത്യയുടെ ഓഹരികൾ ട്രേഡിംഗ് അവസാനിപ്പിച്ചത്. കമ്പനിയെ സംബന്ധിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് ഒരു ഓർഡർ കരസ്ഥമാക്കിയതുമായി ബന്ധപ്പെട്ട റിപ്പോർട്ടുകളൊക്കെ തന്നെ പുറത്തു വന്നിരുന്നു. 368 കോടി രൂപയോളം മൂല്യമുള്ള ഒരു ഓർഡർ തന്നെയാണ് കമ്പനി കരസ്ഥമാക്കിയത്. NBCC ഇന്ത്യയെ സംബന്ധിച്ച് കഴിഞ്ഞ ഒരു 1 മന്ത് ആയിട്ട് അതിന്റെ ഒരു പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്ത് കാര്യമായിട്ടുള്ള ഒരു മുന്നേറ്റം നമുക്ക് ഓഹരിയിൽ കാണാൻ സാധിക്കുന്നില്ല. എങ്കിൽ പോലും പൊതുവെ ഒരു മൾട്ടി ബാഗർ റിട്ടേൺ ഒക്കെ തന്നെ നൽകിയിട്ടുള്ള നല്ലൊരു ഔട്ട് പെർഫോം ചെയ്തിട്ടുള്ള ഒരു സ്റ്റോക്ക് തന്നെയാണ് NBCC ഇന്ത്യ. NBCC ഇന്ത്യ കൈവശമുള്ള നിക്ഷേപകർ സ്വീകരിക്കേണ്ട സ്റ്റാൻസ് എന്താണ്? NBCCയിൽ ഒരു പൊസിഷൻ എടുക്കണമെങ്കിൽ ശ്രദ്ധിക്കേണ്ട ലെവൽ ഏതാണ്? അൺഫോർച്ചുനേറ്റ്ലി NBCC കഴിഞ്ഞ ജനുവരി മാസം ഓൾ ടൈം ഹൈ നൽകിയതിനു ശേഷം കണ്ടിന്യൂസ് ആയിട്ട് സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. ഇന്നലെ കനത്ത സെല്ലിംഗ് വീണ്ടും ഈ സ്റ്റോക്ക് നേരിട്ടിരുന്നു. നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 119 രൂപ നമ്മൾ വളരെ സ്ട്രിക്റ്റ് സ്റ്റോപ്പ് ലോസ് മെയിൻറ്റെയിൻ ചെയ്യണം. ആ ഒരു സ്റ്റോപ്പ് ലോസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യുക. അറ്റ് ദിസ് ലെവൽ നമുക്ക് ലോ റിസ്ക് ആയിട്ട് ഒരു ബൈയിങ് അവസരം ഈ സ്റ്റോക്കിൽ കാണാൻ സാധിക്കുന്നില്ല. അതോടൊപ്പം തന്നെ നമ്മൾ അധികം ഇവിടെ ഡിസ്കസ് ചെയ്യാത്ത മറ്റൊരു കമ്പനിയാണ് സോളാർ ഇൻഡസ്ട്രീസ് ഇന്ത്യ. സോളാർ ഇൻഡസ്ട്രീസിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തിൽ 3% ഒരു നേട്ടത്തിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. 7731 രൂപ എന്ന റേഞ്ചിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. കമ്പനിയെ സംബന്ധിച്ച് അവർക്കും ഒരു ഓർഡർ, ഡിഫൻസ് എക്സ്പോർട്ട് ഓർഡർ ലഭിച്ചതിന് പിന്നാലെ തന്നെയായിരുന്നു ഓഹരിയിൽ ഒരു മുന്നേറ്റം അവസാന നിമിഷങ്ങളിലൊക്കെ തന്നെ കാണാൻ സാധിച്ചിരുന്നു. ഓൾമോസ്റ്റ് 455 കോടി രൂപയുടെ ഓർഡറാണ് കരസ്ഥമാക്കിയിരുന്നത്. ഈ ഒരു കമ്പനിയുടെ പെർഫോമൻസ് വിലയിരുത്തുന്ന സമയത്തും ഒരു നല്ലൊരു റിട്ടേൺ തന്നെ കഴിഞ്ഞ വർഷത്തിലൊക്കെ തന്നെ നൽകിയിട്ടുണ്ട്. എങ്കിൽ പോലും ഈ വർഷം ഇതുവരെ ആരംഭിച്ചതിന് ശേഷം 15% മുന്നേറ്റമാണ് ഈ ഒരു സ്റ്റോക്ക് നൽകിയിരിക്കുന്നത്. സോളാർ ഇൻഡസ്ട്രീസിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്?
See, Solar Industries is a small cap stock. ആൻഡ് കഴിഞ്ഞ ജൂലൈ 2023 ഈ സ്റ്റോക്കിന്റെ ബോട്ടം നമുക്ക് കാണാൻ സാധിച്ചത് 3600 രൂപയിൽ. അവിടെ നിന്നും കഴിഞ്ഞ നവംബർ വരെ വലിയൊരു മുന്നേറ്റം നമുക്ക് കാണാൻ ഇടയായി. ബട്ട് ബിറ്റ്വീൻ നവംബർ ആൻഡ് കഴിഞ്ഞ ആഴ്ച വരെ ഈ സ്റ്റോക്ക് ഒരു കൺസോൾട്ടേഷൻ ഫേസിലായിരുന്നു. 6000 രൂപ മുതൽ 8000 രൂപയായിരുന്നു ആ റേഞ്ച്. ഇന്നലെ വളരെ പോസിറ്റീവായിട്ട് ഈ സ്റ്റോക്ക് ക്ലോസ് ചെയ്തിട്ടുണ്ട്. മൈ എക്സ്പെക്ടേഷൻ 8000 രൂപയുടെ റെസിസ്റ്റൻസ് ഈ സ്റ്റോക്ക് ബ്രേക്ക് ചെയ്യും. നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം കറന്റ് ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ശ്രമിക്കാം. അങ്ങനെ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ 6800 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. ഒപ്പം തന്നെ കഴിഞ്ഞ ദിവസം HDFC ബാങ്കിന്റെ ഓഹരികളെ സംബന്ധിച്ച് ഓൾമോസ്റ്റ് ബാങ്കിങ് ഓഹരികളെല്ലാം തന്നെ ഒരു ഇടിവിലായിരുന്നു വ്യാപാരം അവസാനിപ്പിച്ചത്. HDFC ബാങ്കിനെ സംബന്ധിച്ച് 1.5% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. 1427 രൂപ എന്ന റേഞ്ചിലാണ് HDFC ബാങ്ക് വ്യാപാരം അവസാനിപ്പിച്ചത്. CLSE അടക്കമുള്ള പല ബ്രോക്കറേജുകളും HDFC ബാങ്കിനെ അവരുടെ റേറ്റിംഗ് ഒക്കെ തന്നെ ഡൗൺഗ്രേഡ് ചെയ്തതുമായിട്ടുള്ള അപ്ഡേഷൻസ് കഴിഞ്ഞ ദിവസങ്ങളിൽ വന്നിട്ടുണ്ടായിരുന്നു. HDFC ബാങ്കിന്റെ ടാർഗറ്റ് വില കുറച്ചുകൊണ്ടുള്ള ഒരു സ്റ്റാൻസ് ആണ് ഇപ്പോൾ CLSE ഒക്കെ തന്നെ സ്വീകരിച്ചിട്ടുണ്ടായിരുന്നത്. കമ്പനീസ് അല്ലെങ്കിൽ ബാങ്കിനെ സംബന്ധിച്ച് പ്രധാനമായിട്ടും അവർ ലോൺ ഗ്രോത്തിൽ കൂടുതൽ ഡിപ്പെൻഡ് അല്ലെങ്കിൽ ലോൺ ഗ്രോത്തിലാണ് കൂടുതൽ കോൺസെൻട്രേറ്റ് ചെയ്യുന്നതെന്നും ഡിപ്പോസിറ്റിൽ അത്ര ഒരു കോൺസെൻട്രേഷൻ കൊടുക്കുന്നില്ല എന്ന തരത്തിലുമുള്ള ഒരു എക്സ്പ്ലനേഷൻ ഒക്കെ തന്നെയാണ് ഇപ്പോൾ ബ്രോക്കറേജിന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത്. അതിനാൽ തന്നെ അവരുടെ നിമ്മിലും അതുപോലെ തന്നെ നിമ്മിലൊക്കെ തന്നെ ഒരു നെഗറ്റീവ് ഇമ്പാക്ട് ഉണ്ടാക്കുന്നുണ്ട് എന്നാണ് ഇപ്പോൾ CLSE ഒക്കെ തന്നെ വിലയിരുത്തുന്നത്. HDFC ബാങ്കിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു എക്സ്പെക്ടേഷൻസ് എന്താണ്? ആ റിപ്പോർട്ട് ഒട്ടും വില വെക്കണ്ട എന്ന് എന്റെ അഭിപ്രായം. നമ്മൾ HDFC ബാങ്കിന്റെ ചാർട്ടും അതിന്റെ പ്രൈസ് മൂവ്മെന്റും സ്റ്റഡി ചെയ്ത് കഴിഞ്ഞാൽ കഴിഞ്ഞ ജൂൺ മാസത്തിലായിരുന്നു 1760 രൂപയിൽ ഈ സ്റ്റോക്കിന്റെ ഒരു പീക്ക് ലെവല് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കഴിഞ്ഞ ഒരു മാസമായിട്ട് ഈ സ്റ്റോക്ക് ഒരു പുതിയ ബോട്ടം ക്രിയേറ്റ് ചെയ്യാൻ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു 1360 രൂപയിൽ. സോ അറ്റ് ദിസ് പോയിന്റ് ഓഫ് ടൈം സ്റ്റോക്കിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ബട്ട് മൈ എക്സ്പെക്ടേഷൻ ഇസ് ദാറ്റ് കമ്പനിയുടെ ഷെയർ പ്രൈസിൽ നമ്മളൊരു ബോട്ടം കാണാൻ പോകുന്നു എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. സോ നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ മറക്കാൻ പാടില്ലാത്ത രണ്ട് കാര്യങ്ങൾ. ഇന്ത്യയിലുള്ള ഏറ്റവും വലിയ ബാങ്ക് HDFC ബാങ്ക്. കഴിഞ്ഞ 20 വർഷമായിട്ട് വളരെ കൺസിസ്റ്റന്റ് ആയിട്ട് ഈ സ്റ്റോക്ക് കമ്പനി വളർച്ച നൽകിയിട്ടുണ്ട്. കൺസിസ്റ്റന്റ് ആയിട്ട് ഈ കമ്പനിയിൽ നിന്ന് നമുക്ക് ഡിവിഡൻഡ് ലഭിച്ചിട്ടുണ്ട്. കമ്പനിയുടെ മാനേജ്മെന്റ് ഇസ് ടോപ്പ് ക്ലാസ്. കമ്പനി ഇന്ന് ലോകത്തുള്ള ദ 4th ലാർജസ്റ്റ് ബാങ്ക് ഇൻ ദ വേൾഡ് ഇസ് HDFC ബാങ്ക്. ഇത് ഏത് പോർട്ട്ഫോളിയോയിലും മെയിൻറ്റെയിൻ ചെയ്യേണ്ട ഒരു സ്റ്റോക്ക് ആയിട്ടാണ് ഞാൻ ഇതിനെ കൺസിഡർ ചെയ്യുന്നത്. ബട്ട് ഈ സ്റ്റോക്കിൽ ഞാൻ ഒരു പൊസിഷൻ എടുക്കണമെങ്കിൽ, പുതിയതായിട്ട് എടുക്കണമെങ്കിൽ ഈ സ്റ്റോക്ക് 1460 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. സോ ആസ് ഇൻവെസ്റ്റേഴ്സ് നമുക്ക് ആ റെസിസ്റ്റൻസ് ശ്രദ്ധിച്ചിരിക്കുക. ആ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്ത് കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. മറ്റൊരു സ്റ്റോക്ക് ചോദിക്കാൻ ആഗ്രഹിക്കുന്നത് ദിലീപ് ബിൽഡ്കോണുമായി ബന്ധപ്പെട്ടിട്ടാണ്. ദിലീപ് ബിൽഡ്കോൺ സംബന്ധിച്ച് 1.5% ഇടിവിലാണ് കഴിഞ്ഞ ദിവസത്തെ ഒരു വ്യാപാരത്തിൽ വ്യാപാരം അവസാനിപ്പിച്ചിട്ടുണ്ടായിരുന്നത്. ദിലീപ് ബിൽഡ്കോണിനെ സംബന്ധിച്ചും ഒരു 1 month ആയിട്ടൊക്കെ 13% മുന്നേറ്റം രേഖപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു. ദിലീപ് ബിൽഡ്കോണിനെ സംബന്ധിച്ച് ഏറ്റവും ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ അവർക്ക് വീണ്ടും ഒരു പുതിയൊരു ഓർഡർ കരസ്ഥമാക്കാൻ വേണ്ടിയിട്ട് സാധിച്ചിരുന്നു. 548 കോടി രൂപയുടെ ഒരു പുതിയ ഓർഡറാണ് ഇപ്പോൾ കരസ്ഥമാക്കിയിരിക്കുന്നത് എന്നതുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു റിപ്പോർട്ടുകളൊക്കെ തന്നെ വന്നിട്ടുണ്ടായിരുന്നു. ദിലീപ് ബിൽഡ്കോണിനെ സംബന്ധിച്ച് കൈവശമുള്ള നിക്ഷേപകർ സ്വീകരിക്കേണ്ട ഒരു സ്റ്റാൻസ് എന്താണ്? കഴിഞ്ഞ മെയ് മാസത്തിലായിരുന്നു ഇതിന്റെ ഒരു ബോട്ടം നൽകിയത് അറൌണ്ട് 160 രൂപയ്ക്ക് അടുത്ത്. അതിനുശേഷം കണ്ടിന്യൂസ് ആയിട്ട് ഈ സ്റ്റോക്ക് മുന്നേറിയിട്ടുണ്ട്. ഇടയ്ക്കിടയ്ക്ക് നമുക്ക് നല്ല കറക്ഷനും തന്നിട്ടുണ്ട്. ബട്ട് ഫെബ്രുവരി മാസത്തിന് തുടക്കത്തിൽ ഒരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 500 രൂപ എത്തിയതിനു ശേഷം സ്റ്റോക്കിൽ നമുക്കൊരു നല്ല സെല്ലിംഗ് കാണാൻ ഇടയായിട്ടുണ്ട്. At the moment, long-term trend bullish ആണെങ്കിൽ പോലും short-term trend is sideways to bearish. സ്റ്റോക്കിൽ നമ്മൾ ശ്രദ്ധിച്ചിരിക്കേണ്ട സപ്പോർട്ട് ഏരിയ 410, അത് ബ്രേക്ക് ചെയ്താൽ ലോങ് പൊസിഷൻ ക്ലോസ് ചെയ്യുക. പുതിയൊരു ബൈയിങ് ട്രിഗർ നമുക്ക് ലഭിക്കണമെങ്കിൽ സ്റ്റോക്ക് 460 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ബട്ട് അഗെയിൻ ഈ ഒരു സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ എടുക്കണോ എന്ന് നമുക്ക് ആദ്യം തന്നെ ചെക്ക് ചെയ്യണം. ബിക്കോസ് ദിസ് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. ഓവറോൾ മാർക്കറ്റിൽ ഒരു കറക്ഷൻ വരുന്നുണ്ടെങ്കിൽ ഇത്തരം സ്റ്റോക്സ് കനത്ത സെല്ലിംഗ് വരാൻ നല്ല ചാൻസസ് ഉണ്ട്.
അതോടൊപ്പം തന്നെ ഇസാഫ് സ്മോൾ ഫിനാൻസ് ബാങ്കുമായി ബന്ധപ്പെട്ട് ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഒരു അപ്ഡേഷൻ, അവർ ഫണ്ട് റേസിംഗിന് ഒരുങ്ങുന്നു എന്നുള്ളത് തന്നെയാണ്. കഴിഞ്ഞ ദിവസത്തെ ഒരു സെഷനിൽ 1.5% അടുത്ത ഒരു ഇടിവിലായിരുന്നു ഇസാഫ് സ്മോൾ ഫിനാൻസ് വ്യാപാരം അവസാനിപ്പിച്ചത്. ഓൾമോസ്റ്റ് ഒരു 135 കോടി രൂപയാണ് ഇത്തരത്തിൽ ഫണ്ട് റേസ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ തീരുമാനിച്ചിരിക്കുന്നതെന്നാണ് അറിയിച്ചിരിക്കുന്നത്. 59.45 റേഞ്ചിലാണ് കഴിഞ്ഞ ദിവസം വ്യാപാരം അവസാനിപ്പിച്ചത്. ഇസാഫ് സ്മോൾ ഫിനാൻസിലുള്ള സാറിന്റെ ഒരു വ്യൂ എന്താണ്? ഫോർച്ചുനേറ്റ്ലി ലിസ്റ്റിംഗിന് ശേഷം ഈ സ്റ്റോക്ക് നമുക്ക് പ്രോഫിറ്റ്സ് ഒന്നും തന്നെ നൽകിയിട്ടില്ല. ആൻഡ് എസ്പെഷ്യലി കഴിഞ്ഞ ഒരു 10 ദിവസമായിട്ട് ഈ സ്റ്റോക്കിൽ കനത്ത സെല്ലിംഗ് പ്രഷർ കാണാൻ ഇടയായിട്ടുണ്ട്. അറ്റ് ദ മൊമെന്റ് ട്രെൻഡ് ഇസ് വെരി വെരി ബെയറിഷ്. ഈ സ്റ്റോക്കിൽ തൽക്കാലം ഒരു പൊസിഷനും എടുക്കാൻ ശ്രമിക്കേണ്ട. ബട്ട് പ്രിയ എൻ്റെ അടുക്ക് ഇസാഫിനെ കുറിച്ച് ചോദിച്ചതുകൊണ്ട് വേറൊരു സ്മോൾ ഫൈനാൻസ് ബാങ്ക് കഴിഞ്ഞ 2-3 മാസങ്ങളായിട്ട് ഹെവി സെല്ലിംഗ് പ്രഷർ നേരിട്ടിരിക്കുന്ന ഒരു ബാങ്കാണ് AU സ്മോൾ ഫൈനാൻസ് ബാങ്ക്. അറൌണ്ട് 820 റുപ്പീസ് ആയിരുന്നു ഈ സ്റ്റോക്കിന്റെ ഒരു ഓൾ ടൈം ഹൈ. അതിനുശേഷം ഈ സ്റ്റോക്കിൽ കണ്ടിന്യൂസ് സെല്ലിംഗ് നേരിട്ടിട്ടുണ്ട്. നമ്മളൊരു അല്പം റിസ്ക് എടുക്കാൻ പ്രിപ്പയർഡ് ആണെങ്കിൽ നമുക്ക് കറന്റ് ലെവൽസിൽ AU സ്മോൾ ഫൈനാൻസ് ബാങ്കിൽ ഒരു ലോങ് പൊസിഷൻ കൺസിഡർ ചെയ്യാം. കറന്റ് ലെവൽ ഇസ് അറൌണ്ട് 580 റുപ്പീസ്. അങ്ങനെ നമ്മൾ ഒരു ലോങ് പൊസിഷൻ എടുക്കാൻ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നമ്മൾ വളരെ സ്ട്രിക്റ്റ് ആയിട്ട് വാച്ച് ചെയ്യേണ്ട ഒരു സപ്പോർട്ട് ഏരിയ 560 ആയിരിക്കണം. 560 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ഈ ഒരു പാറ്റേൺ വീണ്ടും നെഗറ്റീവായി മാറും. ബട്ട് കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ എടുത്തതിന് ശേഷം സ്റ്റോക്ക് മുന്നേറി തുടങ്ങിയാൽ നമുക്ക് 640, 660 ഈ ഒരു റേഞ്ച് വരെ നമുക്ക് ഈ സ്റ്റോക്കിൽ നമുക്ക് ട്രേഡ് ചെയ്യാൻ സാധിക്കും. അതോടൊപ്പം തന്നെ ടോറന്റ് പവറുമായി ബന്ധപ്പെട്ടിട്ടുള്ള ഒരു അപ്ഡേഷൻ ആണ് ചോദിക്കുന്നത്. ടോറന്റ് പവറിനെ സംബന്ധിച്ച് കഴിഞ്ഞ ദിവസത്തിൽ ഇതേപോലെ ഓൾ ടൈം ഹൈയിലേക്ക് കുതിക്കുന്ന ഒരു സ്ഥിതിവിശേഷം ഉണ്ടായിരുന്നു. കമ്പനിയെ സംബന്ധിച്ചും ഇത്തരത്തിലൊരു കരാർ കരസ്ഥമാക്കിയതിന് പിന്നാലെ തന്നെയായിരുന്നു ശക്തമായിട്ടുള്ള റാലി നമുക്ക് കാണാൻ സാധിച്ചിരുന്നത്. 1540 കോടി രൂപയുടെ ഒരു കരാറായിരുന്നു കമ്പനിയെ സംബന്ധിച്ച് ലഭിച്ചിട്ടുണ്ടായിരുന്നത്. മഹാരാഷ്ട്രയിലാണ് ഇപ്പോൾ കമ്പനിക്ക് ആ ഒരു പുതിയൊരു കരാർ കരസ്ഥമാക്കാൻ വേണ്ടി സാധിച്ചിരിക്കുന്നത്. ടോറന്റ് പവറിനെ സംബന്ധിച്ച് സാറിന്റെ ഒരു വ്യൂ എന്താണ്? കറന്റിലും അഗൈൻ കാര്യമായിട്ട് നമുക്ക് ലിക്വിഡിറ്റി കാണാൻ സാധിക്കുന്നില്ല. ഒത്തിരി വോളറ്റിലിറ്റി കാഴ്ചവെക്കുന്ന ഒരു സ്റ്റോക്ക് ടൊറന്റ് ഫാർമ. സോ ഇന്നലത്തെ ട്രേഡിംഗില് സ്റ്റോക്കില് ഒത്തിരി വോളറ്റിലിറ്റി കാണാൻ ഇടയായി. ആൻഡ് ഇൻട്രാഡേ ട്രേഡിംഗില് ഇതൊരു റെക്കോർഡ് ഓൾ ടൈം ഹൈ 1280 രൂപ വരെ നേട്ടം നൽകിയിരുന്നു. ഐ ഡോണ്ട് തിങ്ക് ഇതൊരു സസ്റ്റൈനബിൾ ഒരു മൂവ് ആയിട്ട് എനിക്ക് തോന്നുന്നില്ല. ഐ എം നോട്ട് വെരി കംഫർട്ടബിൾ വിത്ത് ടൊറന്റ് ഫാർമ. ഈ സ്റ്റോക്കിലെ കറന്റ് ലെവൽസിൽ ഒരിക്കലും നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ അഡ്വൈസ് ചെയ്യത്തില്ല. ആൻഡ് ഈ കൈവശം നമ്മൾ ഓൾറെഡി ഈ ഒരു സ്റ്റോക്ക് കൈവശം ഉണ്ടെങ്കിൽ നമ്മൾ ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റഡി ചെയ്യുക. ഫൈനാൻഷ്യൽസിൽ കംഫർട്ടബിൾ ആണെങ്കിൽ മാത്രം കണ്ടിന്യൂ ടു മെയിൻറ്റെയിൻ ദ ലോങ് പൊസിഷൻ. ഏതായാലും പ്രേക്ഷകരെ ക്വരീസ് അഡ്രസ് ചെയ്യേണ്ട സമയമായിട്ടുണ്ട്. അതിൽ ആദ്യത്തെ മധു എന്ന് പറഞ്ഞൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്ന ഒരു ഓഹരി വണ്ടർലയുമായി ബന്ധപ്പെട്ടിട്ടാണ്. വണ്ടർല കഴിഞ്ഞ ദിവസത്തിൽ 1.9% ഇടിവ് രേഖപ്പെടുത്തിയിരുന്നു. 916 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. Wonderla is a small cap stock. A long-term trend is very much bullish. But കഴിഞ്ഞ ഒരു 2-3 മാസമായിട്ട് ഈ സ്റ്റോക്ക് ഒരു സൈഡ്വേസ് റേഞ്ചിലോട്ട് പെട്ടുപോയിട്ടുണ്ട്. മേജർ സപ്പോർട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നത് 800 രൂപയും മേജർ റെസിസ്റ്റൻസ് കാണാൻ സാധിക്കുന്നത് 1010. ബട്ട് അതിന്റെ തൊട്ട് മുകളിൽ 890 രൂപയിൽ വേറൊരു സപ്പോർട്ടും കാണാൻ സാധിക്കുന്നുണ്ട്. സോ നമ്മുടെ കൈവശം ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 890 റുപ്പീസ് സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. ആ ഒരു സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ക്ലോസ് ഓൾ യുവർ ലോങ് പൊസിഷൻ. പുതിയ ലോങ് പൊസിഷൻസ് ഒന്നും തന്നെ ഈ ലെവൽസിൽ അഡ്വൈസ് ചെയ്യുന്നില്ല. രാജേഷ് എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് മഹീന്ദ്ര ലോജിസ്റ്റിക്സിലുള്ള സാറിന്റെ വ്യൂ ആണ്. മഹീന്ദ്ര ലോജിസ്റ്റിക്സ് കഴിഞ്ഞ ദിവസം 421 രൂപ 20 പൈസയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. So Mahindra Logistics is a potential turnaround story. So Mahindra Logistics ന്റെ ഒരു ട്രേഡിംഗ് പാറ്റേൺ, ട്രേഡിംഗ് ഹിസ്റ്ററി നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ കഴിഞ്ഞ 2 വർഷമായിട്ട് ഈ സ്റ്റോക്ക് കണ്ടിന്യൂസ്ലി സെല്ലിംഗ് പ്രഷർ നേരിട്ടുകൊണ്ടിരിക്കുന്നു. കഴിഞ്ഞ ഒരു 4-5 മാസങ്ങളായിട്ട് ഈ സ്റ്റോക്ക് 340 രൂപയ്ക്ക് അടുത്തൊരു ബേസ് ഫോം ചെയ്യുന്നുണ്ട്. നമ്മൾ ആദ്യം തന്നെ ചെയ്യേണ്ടത് ഈ കമ്പനിയുടെ ഫൈനാൻഷ്യൽ സ്റ്റഡി ചെയ്യുക, ഇതിന്റെ ബിസിനസ് മോഡൽ സ്റ്റഡി ചെയ്യുക. അതിലൊക്കെ നമ്മൾ കംഫർട്ടബിൾ ആണെങ്കിൽ 460 രൂപയുടെ റെസിസ്റ്റൻസ് വാച്ച് ചെയ്തിരിക്കുക.
460 റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യപ്പെട്ടാൽ എല്ലാ ട്രെൻഡുകളും ഇതിന്റെ ബുള്ളിഷായി വഴിമാറും. അപ്പൊ നമുക്ക് കോൺഫിഡന്റ് ആയിട്ട് ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. അമൃത എന്ന് പറഞ്ഞ പ്രേക്ഷക ചോദിച്ചിരിക്കുന്നത് റിലയൻസ് ഇൻഡസ്ട്രിയൽ ഇൻഫ്രാസ്ട്രക്ചർ ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആ ചോദിച്ചിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം 2.7% ഇടിവിൽ 1342 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സെല്ലിങ്ങിനോട് RIILന്റെ ഷോർട്ട് ടേം ട്രെൻഡ് ഹാസ് ടേൺഡ് ബെയറിഷ്. സോ ഈ ഒരു ലെവൽസിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്ന വളരെ റിസ്കി ആയിരിക്കും. ഇമ്മീഡിയറ്റ്ലി ക്ലോസ് യുവർ ലോങ് പൊസിഷൻ. കിരൺ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ജനറൽ ഇൻഷുറൻസ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യയുടെ സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 3% ഇടിവിൽ 355 രൂപ 55 പൈസയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി GICയുടെ ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷായി മാറുന്നതായിട്ട് എനിക്ക് കാണാൻ സാധിക്കുന്നത്. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ബെറ്റർ ടു ക്ലോസ് ഇറ്റ്. ഈ സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷായി മാറുന്നെങ്കിൽ 390 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. ഷക്കീർ എന്ന് പറഞ്ഞിട്ടുള്ള ഒരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് JK പേപ്പർ ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.5% ഇടിവിൽ 366 രൂപ 40 പൈസയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി JK പേപ്പറിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. വളരെ റിസ്കി ആയിരിക്കും ഈ ലെവൽസിൽ ഒരു ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത്. ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ഇമ്മീഡിയറ്റ്ലി ക്ലോസ് ഇറ്റ്. ബിനു എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് റെയിൽടെൽ കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ ലിമിറ്റഡിന്റെ സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസം 407 രൂപ 75 പൈസയിലാണ് ട്രേഡിംഗ് ക്ലോസ് ചെയ്തത്. സോ റെയിൽടെലിന്റെ ട്രെൻഡ് നോക്കിക്കഴിഞ്ഞാൽ ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആയിട്ട് കാണുന്നുണ്ട്. ബട്ട് ഷോർട്ട് ടേം ട്രെൻഡ് ഇസ് ലിറ്റിൽ ബിറ്റ് ബെയറിഷ്. സോ അറ്റ് ദ മൊമെന്റ് നമുക്ക് ലോങ് പൊസിഷൻ എടുക്കാൻ ഒരു അവസരം കാണുന്നില്ല. 440 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യാൻ സാധിച്ചു കഴിഞ്ഞാൽ നമുക്ക് ഒരുപക്ഷെ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കും. ആൻഡ് അറ്റ് ദ സെയിം ടൈം ഓൾറെഡി നമ്മുടെ കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 390 രൂപ സ്റ്റോപ്പ് ആയിട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ജിപിൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷനിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 5% ഇടിവിൽ 9269 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ ടാറ്റ ഇൻവെസ്റ്റ്മെന്റ് കോർപ്പറേഷൻ നോക്കിക്കഴിഞ്ഞാൽ അണ്ടർടോൺ വളരെ വളരെ ബുള്ളിഷ് ആയിട്ടാണ് കാണുന്നത്. ഇൻഫാക്ട് കഴിഞ്ഞ ഒരു 2-3 മാസത്തിനിടെ ഈ സ്റ്റോക്കിൽ നിന്ന് നമുക്ക് ഓൾമോസ്റ്റ് മോർ ദാൻ 150% നേട്ടം നമുക്ക് കിട്ടിയിരിക്കുന്നത്. ബട്ട് സ്റ്റോക്ക് ഇസ് അല്പം ഓവർ ഹീറ്റഡ് ആയിട്ട് കാണുന്നത്. അതുകൊണ്ടായിരുന്നു ഇന്നലെ നമുക്ക് ഈ സ്റ്റോക്കിൽ ഒരു പ്രോഫിറ്റ് ബുക്കിംഗ് കാണാൻ ഇടയായത്. ഈ ഹൈ ലെവൽസിൽ ഒരിക്കലും ഞാൻ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യത്തില്ല. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ യു ക്യാൻ ആക്ച്വലി ലുക്ക് ഫോർ പ്രോഫിറ്റ് ടേക്കിംഗ്. അതല്ലെങ്കിൽ 990 രൂപയിൽ സപ്പോർട്ട് മെയിൻറ്റെയിൻ ചെയ്യുക. ജസ്റ്റിൻ എന്ന് പറഞ്ഞ പ്രേക്ഷകൻ HFCL സാറിന്റെ വ്യൂ ചോദിച്ചിട്ടുണ്ട്. HFCL അൺഫോർച്ചുനേറ്റ്ലി ഇന്നലെ വീണ്ടും സെല്ലിംഗ് പ്രഷർ നേരിട്ടിരുന്നു. ആൻഡ് കറന്റ് ലെവൽസിൽ ഐ തിങ്ക് ഇറ്റ് ഇസ് നോട്ട് ആൻ അഡ്വൈസബിൾ ലോങ് പൊസിഷൻ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ ബെറ്റർ ടു ക്ലോസ് ഇറ്റ്. സ്റ്റോക്കിന്റെ ഷോർട്ട് ടേം ട്രെൻഡ് തിരിച്ച് ബുള്ളിഷ് ആണെങ്കിൽ 105 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്യണം. മുഹമ്മദ് ജസീൽ എന്ന പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് IRFCയിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 141 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. Is facing lot of resistance around 149 rupees. So 149 രൂപയുടെ റെസിസ്റ്റൻസ് ബ്രേക്ക് ചെയ്താൽ മാത്രമേ നമുക്കൊരു പുതിയ ലോങ് പൊസിഷൻ എടുക്കാൻ സാധിക്കത്തുള്ളൂ. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 137 രൂപ സപ്പോർട്ടായിട്ട് ശ്രദ്ധിച്ചിരിക്കുക. ഗണേഷ് എന്ന് പറഞ്ഞ പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് റെഡിംഗ്ടൺ ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 3% ഇടിവിൽ 197 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. സോ റെഡിംഗ്ടൺ ഇന്ത്യ കഴിഞ്ഞ ഒരു 3-4 ആഴ്ചകൾക്കിടെ ഒത്തിരി നേട്ടം നൽകിയിട്ടുണ്ട്. സ്റ്റോക്ക് ഇസ് എ സ്മോൾ ക്യാപ് സ്റ്റോക്ക്. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി കാണുന്നില്ല. ആൻഡ് ഇന്നലെ ഈ ഒരു സ്റ്റോക്കിൽ കുറച്ച് അധികമായിട്ട് നമുക്ക് സെല്ലിംഗ് പ്രഷർ കാണാൻ ഇടയായി. കൈവശം ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 192 രൂപ സപ്പോർട്ടായിട്ട് വാച്ച് ചെയ്യുക. 192 രൂപയുടെ സപ്പോർട്ട് ബ്രേക്ക് ചെയ്താൽ ലോങ് പൊസിഷൻസ് ക്ലോസ് ചെയ്യാൻ ശ്രമിക്കുക. വേറൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ഹാപ്പിയസ്റ്റ് മൈൻഡ്സ് ടെക്നോളജീസ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 1.25% ഇടിവിൽ 822 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. അൺഫോർച്ചുനേറ്റ്ലി ഈ ഒരു സ്റ്റോക്ക് സ്റ്റഡി ചെയ്യുമ്പോഴും
ഇതിന്റെ ലോങ് ആൻഡ് ഷോർട്ട് ടേം ട്രെൻഡ് ബെയറിഷ് ആയിട്ടാണ് കാണുന്നത്. ഈ കറന്റ് ലെവൽസിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് റിസ്കി ആയിരിക്കും. ബെറ്റർ ടു ക്ലോസ് ദ ലോങ് പൊസിഷൻ. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ടാറ്റ പവറിലുള്ള സാറിന്റെ വ്യൂ ആണ്. കഴിഞ്ഞ ദിവസത്തിൽ 412 രൂപയിലാണ് വ്യാപാരം അവസാനിപ്പിച്ചത്. So Tata Power underlying strength is bullish, but സ്റ്റോക്കില് കഴിഞ്ഞ 2-3 സെഷൻസിൽ നമുക്ക് മുന്നേറ്റം കാണാൻ സാധിച്ചെങ്കിലും സ്റ്റോക്ക് ഇസ് ലിറ്റിൽ ബിറ്റ് ഓവർ ഹീറ്റഡ് അറ്റ് ദ മൊമെന്റ്. സ്റ്റോക്കിൽ പ്രോഫിറ്റ് ടേക്കിംഗ് കാണാൻ നല്ല ചാൻസസ് ഉണ്ട്. കറന്റ് ലെവൽസിൽ പുതിയ ലോങ് പൊസിഷൻ അഡ്വൈസ് ചെയ്യുന്നില്ല. ഓൾറെഡി ലോങ് പൊസിഷൻ ഉണ്ടെങ്കിൽ 380 രൂപയുടെ സപ്പോർട്ട് ശ്രദ്ധിച്ചിരിക്കുക. മറ്റൊരു പ്രേക്ഷകൻ ചോദിച്ചിരിക്കുന്നത് ബഗേരിയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡിലുള്ള സാറിന്റെ വ്യൂ ആണ്. അത് അങ്ങനെ തന്നെയാണ് പ്രൊനൗൺസ് ചെയ്യാന്ന് വിശ്വസിക്കുന്നു. കഴിഞ്ഞ ദിവസത്തിൽ 6% ഇടിവിൽ 171 രൂപയിലാണ് ക്ലോസ് ചെയ്തത്. കമ്പനിയുടെ പേര് ഒരിക്കൽ കൂടെ പറയൂ. ബഗേരിയ ഇൻഡസ്ട്രീസ് ലിമിറ്റഡ്. സ്പെല്ല് ചെയ്യണോ സർ? BHAGERIA. സോ ബഗേറിയ ഇൻഡസ്ട്രീസ് അഗൈൻ ഒരു സ്മോൾ ക്യാപ് സ്റ്റോക്ക് എന്നുള്ളൊരു കാര്യം ശ്രദ്ധയിലോട്ട് കൊണ്ടുവരുന്നു. കാര്യമായിട്ട് ട്രേഡിംഗ് ലിക്വിഡിറ്റി ഒന്നും തന്നെ കാണുന്നില്ല. ലോങ് ടേം ട്രെൻഡ് ബുള്ളിഷ് ആണെങ്കിൽ പോലും ഷോർട്ട് ടേം ട്രെൻഡ് ടേൺ ബെയറിഷ്. സ്റ്റോക്കിൽ ലോങ് പൊസിഷൻ മെയിൻറ്റെയിൻ ചെയ്യുന്നത് വളരെ റിസ്കി ആയിരിക്കും.